ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ 2 മുട്ട വെച്ച് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്കുമായിട്ടാണ് വന്നത്. ഒരു പോളയാണ്. അപ്പോൾ ചിക്കൻ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. വളരെ ടേസ്റ്റും നല്ല ഈസിയുമാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ ചിക്കനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ്. അത് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മസാല ഇട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, പകുതി ചെറുനാരങ്ങയുടെ നീരും ഒഴിച്ച് പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സാക്കി വെക്കാം. ചെറുനാരങ്ങ നീരിന് പകരമായിട്ട് നമുക്ക് വിനീഗർ വേണമെങ്കിൽ യൂസാക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി ഒരു 2 മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ പാനിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലോണം പൊരിച്ചെടുക്കണമെന്നില്ല, ചെറുതായിട്ടൊന്ന് പൊരിഞ്ഞാൽ മതി. നല്ലോണം പൊരിച്ചാൽ നല്ലോണം ഹാർഡായി പോകും. അതുകൊണ്ട് ലൈറ്റായിട്ടൊന്ന് പൊരിച്ചെടുത്താൽ മതി. ഇതിലേക്ക് എടുക്കുന്ന ചിക്കന് നല്ലോണം ചെറുതാക്കാൻ പാടില്ല, മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാനും പാടില്ല. അപ്പോൾ നല്ലോണം പൊടിഞ്ഞു പോവും. അങ്ങനെയല്ല നമുക്ക് വേണ്ടത്, ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടുന്ന പോലെയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്നത് വലിയ സൈസുള്ള ചിക്കനാണെങ്കിൽ കൈ വെച്ചിട്ട് ഒന്ന് പീസാക്കിയ ശേഷം ഒന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. വേവിച്ചതിന് ശേഷം നമ്മളൊന്ന് പീസാക്കി എടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് പൊരിച്ചെടുത്താൽ മതി. ആ ഒരു രീതിയിലാണ് വേണ്ടത്. അല്ലെങ്കിൽ നമ്മൾക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോൻ്റെ തുടക്കത്തിൽ കാണിച്ചൊരു ഫോട്ടോ ഉണ്ടല്ലോ, അതെനിക്ക് കൂടുതൽ ഓർഡർ കിട്ടിയപ്പോൾ എടുത്ത ഫോട്ടോ ആണ് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് ഇതുപോലെയുള്ള വീഡിയോ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇത് സിംഗിളായിട്ടുള്ള ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. അപ്പോൾ ഈ ഒരു മസാല കൊണ്ട് നമുക്ക് 2 എണ്ണം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിവിടെ പച്ചമുളകാണ് എടുത്തത്. ഈ ഒരു പാനിലേക്ക് അതേ ചിക്കൻ ഫ്രൈ ചെയ്ത ആ ഒരു പാനിൽ തന്നെ നമ്മൾ പച്ചമുളക് ഒരു 5-6 പച്ചമുളക് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഓരോ ടീസ്പൂൺ വെച്ചിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്കിതാ സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു വലിയ സവാളയാണിത്. മീഡിയം സൈസിലുള്ള 2 സവാള ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ചിക്കൻ ഇതാ വാടി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 2-3 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതും ഇട്ട് ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ എടുക്കുന്നത് പെപ്പർ ചിക്കൻ മസാലയാണ്. ഇതുണ്ടെങ്കിൽ ഇത് ചേർക്കാം, അല്ലെങ്കിൽ ഗരം മസാല ചേർക്കാം, അല്ലെങ്കിൽ ബിരിയാണി മസാല, അങ്ങനെ ഏതെങ്കിലും ഒരു ഫ്ലേവറുള്ള മസാല വേണം ചേർക്കാൻ. അപ്പോൾ അത് കുറച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. ഫ്രഷായിട്ട് പൊടിച്ചെടുത്ത കുരുമുളക് പൊടി തന്നെ ചേർത്തെടുത്താൽ നല്ലൊരു സ്മെല്ലാണ്. അപ്പോൾ അതൊരു ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമ്മൾ നന്നായി മിക്സാക്കിയ ശേഷം ചിക്കനും കൂടി ഇതിലേക്കിട്ട് ഒന്നും കൂടെ ഇളക്കിയെടുക്കാം. സവാള വഴറ്റുന്ന സമയത്ത് നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. നമ്മൾ ഈ ചിക്കനിൽ മാത്രമാണ് ഉപ്പ് ചേർത്തത്. ഈ ഒരു സ്നാക്കിന് ഉപ്പ് നല്ല പാകത്തിന് വേണം. കൂടുതലായി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ കുറയും. അതുകൊണ്ട് തന്നെ ഉപ്പ് നല്ല ശ്രദ്ധിച്ചിട്ടിടണം. നമ്മൾ ചിക്കനെല്ലാം മിക്സാക്കിയ സമയത്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായി മിക്സാക്കി എടുത്ത് ഇനി നമ്മൾ ഇതിലോട്ട് കുറച്ച് മല്ലിയിലയാണ് ചേർക്കുന്നത്. അപ്പോൾ അത് മല്ലിയിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് കുറച്ച് വിനീഗറൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. കൂടുതൽ ചേർക്കരുത്, ഒരു 1/2 ടീസ്പൂൺ ചേർത്താൽ മതിയാവും. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും മസാലയ്ക്ക്. അപ്പം മസാല റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫാക്കി മാറ്റി വെക്കാം. പിന്നെ എനിക്ക് സ്ഥിരമായിട്ട് ഓർഡർ ഉണ്ടാകുന്നത് ഈ ഒരു പഫും അടയുമാണ് കേട്ടോ. അപ്പോൾ അത് ഇതിൻ്റെ ഈ ഒരു ഗ്യാപ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ റെസിപ്പി കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്ക്. നല്ല ടേസ്റ്റും നല്ല ഈസിയാണ് ഉണ്ടാക്കാൻ. നമുക്ക് നല്ലൊരു വലിയ സൈസിലാക്കിയിട്ട് കൊടുക്കാനും പറ്റും. പിന്നെ ബിരിയാണി കേക്കിൻ്റെയൊക്കെ ഓർഡറും കൂടി കിട്ടാറുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഫോട്ടോസൊക്കെ വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിലൂടെ ഷെയർ ചെയ്യണം. ഒന്നിനുമല്ല, ജസ്റ്റ് ഒരു ഹാപ്പിനെസ്. ചില ആൾക്കാർ അങ്ങനെ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ പോളക്ക് വേണ്ടിയിട്ട് ഇതാ ഞാനിവിടെ മുട്ട ചേർത്ത് കൊടുക്കുന്ന മിക്സിയിലോട്ട് 2 മുട്ട ഇട്ട് കൊടുക്കാം. വലിയ സൈസുള്ള 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു അളവ് കറക്റ്റ് അതുപോലെ ഫോളോ ചെയ്യണേ, അല്ലെങ്കിൽ ഹാർഡായി പോകും കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അത് 1 ടീസ്പൂൺ ഉണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഉപ്പാണ് ചേർത്തത്. നമ്മൾ മസാലക്ക് ഉപ്പ് എങ്ങനെ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് 1/2 ടീസ്പൂണാണ് ചേർത്ത്. പിന്നെ ഞാനിതിലേക്ക് ഓയിലാണ് ചേർക്കുന്നത്. 1/2 കപ്പോളം ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ ഇത്ര വേണം കേട്ടോ, അല്ലെങ്കിൽ നല്ലൊരു സോഫ്റ്റ് വരുന്നുള്ളൂ. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു നല്ലൊരു കട്ടിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇത്ര കട്ടീൻ്റെ ആവശ്യമില്ല, നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ലൂസാക്കി എടുക്കാം. അപ്പോൾ 1/2 കപ്പോളം
വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ ഇളക്കിയെടുക്കാം, ഒന്ന് അടിച്ചെടുക്കാം. സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം അടിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതിൻ്റെ അടിയിലുള്ള മൈദ കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് ലൂസായി കിട്ടും. അപ്പോൾ ഇതാ ഈ ഒരു ലൂസിലാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു സോസ് പാനിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിലോ നെയ്യോ ഒഴിച്ചു കൊടുക്കട്ടെ. നെയ്യാകുമ്പോൾ നല്ലൊരു സ്മെല്ലുണ്ടാവും. അപ്പോൾ എല്ലാ ഭാഗത്തേക്ക് ആക്കിയ ശേഷം നമ്മൾ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫുള്ളായിട്ട് ഒഴിക്കേണ്ട, പകുതി ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ പകുതി ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് ഉണ്ടാക്കി വെച്ച മസാലയിൽ നിന്ന് കുറച്ചിട്ട് കൊടുക്കാം. ഈ ഒരു പോളയിലോട്ട് ഈ ഒരു മസാലയാണ് കേട്ടോ ടേസ്റ്റ്. ഞാൻ മുമ്പൊക്കെ വേറൊരു മസാലയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായത്. അപ്പോൾ അതിനേക്കാളും എനിക്ക് ഇത് നല്ല ടേസ്റ്റാണ്. കുറച്ച് വലിയ പീസാക്കി കിട്ടുമ്പോഴൊക്കെ നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ഞാൻ സമൂസക്കും റോള് അങ്ങനത്തെയൊക്കെ റെസിപ്പി ഉണ്ടാക്കുമ്പോൾ ഞാൻ കാണിച്ച ഓരോ മസാലയിലും വ്യത്യാസം വരുത്താറുണ്ട് കേട്ടോ. ഓരോ പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ നമ്മൾ മസാലയ്ക്ക് സെയിം മസാല ആയിരിക്കില്ല അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുന്നത്. അങ്ങനെ വ്യത്യാസത്തിലായിരിക്കും അതൊക്കെ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇത് ഞാൻ ഈ ഒരു രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി ഒരു ലെയർ ഇട്ടതിന് ശേഷം ബാക്കിയുള്ള ബാറ്റർ ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് ലെയർ വേണമെങ്കിൽ അങ്ങനെ ആക്കാം. പക്ഷേ നമ്മൾ ആ ഒരു ടൈം കുറേ വേസ്റ്റ് ആവും അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കാൻ. പിന്നെ ഞാനിതിൻ്റെ മുകളിലോട്ട് കുറച്ച് ചിക്കന് പീസായിട്ട് ഇത് ഇങ്ങനെ വെച്ച് കൊടുക്കാമെന്ന് കേട്ടോ. ചിക്കൻ പീസ് ഇങ്ങനെ വെച്ചതിന് ശേഷം ഞാനിവിടെ ഇത് കുറച്ച് മല്ലിയിലയാണ് വെക്കുന്നത്. മല്ലിയില വെക്കണമെന്നില്ല, എന്ത് വേണമെങ്കിലും ഇതിലേക്ക് വെക്കാം. ഞാൻ ജസ്റ്റ് ഇത് കാണാനുള്ള ഒരു ഷോക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. അപ്പം ചില ആൾക്കാർ ഇതിൽ ക്യാപ്സിക്കം വെക്കാറുണ്ട്, കറിവേപ്പില ഞാൻ വെക്കാറുണ്ട്. അങ്ങനെ എന്തെങ്കിലുമായിട്ട് മുകളിലൊരു ഗ്രീനിഷ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ അതൊരു 20 മിനിറ്റ് വരെ ചെറിയ ഫ്ലെയിമിലിട്ട് വേവിച്ചതിന് ശേഷം തിരിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി തിരിച്ചിട്ടതിന് ശേഷം ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കണം കേട്ടോ. പിന്നെ നമ്മളിത് ഉണ്ടാക്കുന്ന സമയത്ത് നല്ല ലോ ഫ്ലെയിമിൽ വെക്കണം, അല്ലെങ്കിൽ ഒരു ദോശക്കല്ലിൻ്റെ മുകളിൽ വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാനും മതി കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് അടിക്ക് പിടിക്കും. അപ്പോൾ തിരിച്ചെടുത്തതിൻ്റെ സമയത്ത് മോൾ ഭാഗം വെന്തിട്ടുണ്ടാവണം കേട്ടോ. എന്നെങ്കിലും മാത്രമേ തിരിച്ചിടാവുള്ളൂ. മോൾ ഭാഗം തൊട്ട് നോക്കുക. അപ്പോൾ ആ ഒരു ഭാഗം നല്ല വെന്തിട്ടുണ്ടെങ്കിൽ അത് റെഡിയായി അന്ന് തിരിച്ചിട്ടിട്ടും കൂടി ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കണം. അല്ലെങ്കിൽ ആ ഒരു ഭാഗം വേവാത്തതാണെങ്കിൽ നമ്മൾ തിരിച്ചിടുന്ന സമയത്ത് അതിൻ്റെ ഷേപ്പ് പോയി പോവും, പിന്നെ അത് പൊട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വെന്തതിന് ശേഷമേ നമ്മൾ തിരിച്ചിടാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ അത് 2 സൈഡും തിരിച്ചു മറിച്ച് വിട്ട് അത് ഈ ഒരു രീതിയിലാക്കി എടുത്തിട്ടുണ്ട്. 5 മിനിറ്റ് തിരിച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. വൈകുന്നേരം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക. ചിക്കൻ ഫ്രൈ ഉണ്ടെങ്കിൽ തന്നെ മതി. ഇതുപോലെ പച്ചരി കൊണ്ട് നമ്മൾ വേറൊരു സ്നാക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കാണാത്തവരുണ്ട്, കണ്ട് നോക്ക്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്കും കൂടി ഇട്ടാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നല്ലൊരു കമൻറ്റ് വിട്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബായ്.